ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മൈദയും ഷുഗറും അതുപോലെ തന്നെ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെ, ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ, ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്, അതെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്ക, പിന്നെ ഒരു പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാതിക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ശർക്കര പാനി കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്പൈസസ് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് മിക്സഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിൽ കിവി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ ജിഞ്ചർ വരുന്നുണ്ട്, പിന്നെ നാരങ്ങയും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ശർക്കര ഉരുക്കി എടുക്കുമ്പോൾ അത് അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ശർക്കരയിൽ അധികം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കറുത്ത മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെളുത്ത മുന്തിരി, നമ്മുടെ പച്ച ആ ഒരു മുന്തിരി ഉണക്കിയതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇവിടെ ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മിക്സിയിൽ അടിച്ചൊന്നും എടുക്കരുത്, ഇങ്ങനെ കൈകൊണ്ട് പിഴി അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു ജ്യൂസറിൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. മിക്സിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെങ്കിൽ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും. ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. നമുക്കൊരു 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 to 3 ഡേയ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതാണ്, നമുക്ക് അല്ലെങ്കിൽ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതിയാവും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് കൂടുതൽ ടേസ്റ്റ് കൂടാനായിട്ട് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹണിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ മിക്സ് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 2 മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ബീറ്റർ ഉള്ളവർ ബീറ്റർ യൂസ് ചെയ്യാം. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ലൊരു പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കേക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൗഡറായിട്ടുള്ള സിനമൺ പൗഡറോ ഏലക്കര പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും ഞാനിവിടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേക്കിലോട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു മാവിൽ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഈ ഒരു കേക്കിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കാഷ്യൂനട്ടും ബദാമും നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെ താന്ന് ഒരു സ്ഥലത്ത് കൂടി കിടക്കും. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടിയ ബൗൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കുക്കിംഗ് ടൈം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടായിരിക്കും കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ കേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിലും ചെയ്തെടുക്കാം. ഓവനും എയർ ഫ്രയറൊന്നും ഇല്ലാത്തവർക്ക് നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഉള്ളൊരു പാത്രത്തിൽ നമുക്ക് ഒഴിച്ചിട്ട് ഒരു 1 അവറോളം വളരെ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം.
ഞാനിവിടെ എയർ ഫ്രയറിൽ ഇങ്ങനെ ഒരു ട്രേയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്ക് സർക്കിൾ ഷേപ്പ് കിട്ടിയില്ല, അപ്പോൾ സ്ക്വയർ ഷേപ്പാണ്. ഇവിടെ ഞാൻ എയർ ഫ്രയറിൽ 165 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ്സ് ആണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ ഈ ബാറ്റർ എയർ ഫ്രയറിൻ്റെ ഈ ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാര്യം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയും കൊടുക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കാഷ്യൂസും എല്ലാം കൂടെ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെയ്ത് നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കുക്കിംഗ് ടൈം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടായിരിക്കും കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ 165 ഡിഗ്രിയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് നല്ലോണം ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ജ്യൂസ് നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്രഷ് വെച്ചിട്ട്. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മുടെ ഈ ക്രിസ്മസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ, അതുപോലെ തന്നെ ആൽക്കഹോളും ഷുഗറും ഒന്നും ആഡ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിയായിട്ടുള്ള നല്ല സൂപ്പർ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ദിവസം എടുത്തിട്ടാണ് കേട്ടോ, പിറ്റേ ദിവസമാണ് ഞാനിത് കട്ട് ചെയ്ത് നോക്കുന്നത്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലം കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കറക്റ്റ് നമ്മൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.